നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്നാക്കാണോ എന്ന് ചോദിച്ചാൽ സ്നാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു മധുരം എന്നൊക്കെ പറയാൻ പറ്റും. എന്താണെന്നറിയോ, ഒരു ലഡു ആണ് കേട്ടോ. ലഡു അല്ലെങ്കിൽ ഒരു അവലുണ്ടാന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ നാടൻ പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം, ആ ഏത്തപ്പഴവും അവിലും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 2 ദിവസമൊക്കെ പുറത്ത് സൂക്ഷിക്കട്ടെ. നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ സൂപ്പർ സാധനമാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു അവൽ ലഡു ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി നമ്മളിവിടെ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ചുവന്ന അവലായാലും അതിൽ മട്ട അവലായാലും പിന്നെ വെള്ള അവലായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ മധുരത്തിന് വേണ്ടി ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു അച്ചാട്ടോ, ഇത് ഒരു 75 ഗ്രാമോളം വരുന്നതാണ്. വലിയ അച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരം ഇതൊരു മീഡിയം മധുരമാണ്. കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം വരെയൊക്കെ ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ പഴം ചേർക്കുന്നതുകൊണ്ട് പഴത്തിൻ്റെ ഒരു മധുരം കൂടി വരും. പിന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ പഴുത്ത നേന്ത്രപ്പഴം വേണം. 2 മീഡിയം സൈസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. 5 ഏലക്ക, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുറിച്ചിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ അവലൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന പാകം വരെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ അവൽ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിനി ശർക്കര ഉരുക്കാൻ പോവാണ്. കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പം പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവൽ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഏലക്ക തൊലി കളഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി ഇനി നമ്മൾ പഴം ഒന്ന് വരട്ടിയെടുക്കാൻ പോവാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ അവൽ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പം നെയ്യുണ്ട്, പിന്നെ അതുപോലെ തന്നെ പഴവും തേങ്ങയും പിന്നെ പെട്ട അവിൽപ്പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വേണം. ഇനി നമ്മളിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. വെള്ളമൊക്കെ വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരുന്നതാണ് പാകം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ഇതാ ഡ്രൈ ആയിട്ട് ഈ ഒരു പാകത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അപ്പോൾ ഇത് ഏതാണ്ട് കൈകൊണ്ട് പിടിക്കാനുള്ള പാകമായിട്ടുണ്ട്. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒന്ന് കയ്യിൽ തടവിയെടുക്കാം, പൊട്ടി പോവാതിരിക്കാനൊക്കെ വേണ്ടി. ഇതാ ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ അടിപൊളി അവൽ ലഡു അല്ലെങ്കിൽ അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നതല്ലേ. അപ്പോൾ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് അവിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ ആ സംഭവം എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്കൊന്നും കഴിക്കാനേ ഉണ്ടാവില്ല, അത്ര ഒരു ടേസ്റ്റാണ്. അപ്പോൾ അധികം നെയ്യൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.